Assalamu alaikum. Children, how are you? Are you fine and okay? This is our third EVS class. Do you remember the last two classes portion? What we studied in that class? Do you know? We studied about organ system. What are the main parts of our organ system? Say the one. Skeletal system. Second one, muscular system. Then circulatory system, nervous system and respiratory system. Okay, today we can go to study other system named digestive system. Digestive system. It is one of the very important part of our organ system. Do you think any time we eat food always? അല്ലേ നമുക്ക് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കും, വെള്ളം കുടിക്കും അല്ലേ? Then do you think what happened these food particles in our body? നമ്മൾ കഴിക്കുന്ന ഈ ഫുഡിന് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, നമ്മുടെ അതായത് our body requires nutrients to work properly അല്ലേ? നമ്മളെ ബോഡിക്ക് എന്ത് വേണം? വർക്ക് ചെയ്യാൻ ആവശ്യമായ ഫുഡ് വേണം അല്ലേ? ഈ ഫുഡ്സ് ആർ ഒബ്റ്റെയിൻ ത്രൂ ദ ഫുഡ് വി ഈറ്റ്. ഈ ന്യൂട്രിയൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ദ ഫുഡ് വി ഈറ്റ്. വി ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം ദ ഫുഡ് വി ഈറ്റ്. ദെൻ വാട്ട് ഹാപ്പൻ ടു ഫുഡ്? സേ the food is digested in our body, which is done by the help of this digestive system. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിന് എന്ത് പറ്റുന്നു? ഡൈജഷൻ സംഭവിക്കുന്നു. അതിനെ സഹായിക്കുന്ന ഓർഗൻ സിസ്റ്റമാണ് എന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, the food we eat is digested in our body. These are done by the help of this digestive system. How many parts are there? Do you know? Yes, first part we can say mouth. എന്താണ്? ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏതാണ്? മൗത്ത് ആണ്. ദെൻ സെക്കൻഡ് പാർട്ട് ഈസ് ഈസോഫാഗസ്. ഈസോഫാഗസ് അതായത് ഫുഡ് ഇങ്ങനെ നമ്മുടെ വയറ്റിനകത്തോട്ട് പോകാനായിട്ടുള്ള ആ ട്യൂബിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈസോഫാഗസ്. അതായത് ഇൻ മലയാളം വി ക്യാൻ സേ അന്നനാളം. ദെൻ ദ തേർഡ് വൺ ഈസ് ദ സ്റ്റൊമക്ക്. എന്താണ്? സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് മീൻസ് എന്താണ്? ആമാശയം. വി ക്യാൻ സേ ഇൻ മലയാളം ആമാശയം. ദെൻ വി ഹാവ് ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈൻ മീൻസ് എന്താണ്? നമ്മുടെ കുടലുകൾ. ഓക്കെ, കുടൽ എന്ന് പറയും. ദെൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ്സ് മെയിൻലി 4 parts. They are mouth, then esophagus, then stomach, then intestine. Now I show you this picture. This is the picture of digestive system. This is the picture of the digestive system, and there are mainly 4 parts: mouth, esophagus, stomach and intestine. There are 2 types of intestine here, that is the small intestine and the large intestine. Okay, then what happened to the food in the mouth? മൗത്തിലെത്തുമ്പോൾ ഫുഡ് എന്ത് ചെയ്യുന്നു? ഫുഡ് ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോളർ പാർട്സ്. ഫുഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മളെ മൗത്ത് ടീത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചവച്ച് സ്മോൾ പാർട്സ് ആക്കുന്നു അല്ലേ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട്? സലൈവ. നമ്മുടെ വായിൽ എന്തുണ്ട്? ഉമിനീരുണ്ടല്ലേ? അപ്പം ദിസ് സലൈവ ഈസ് മിക്സ്ഡ് വിത്ത് ദ ഫുഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഗോസ് ത്രൂ എങ്ങോട്ട് പോകുന്നു? ഈസോഫാഗസിലോട്ട് പോകുന്നു. എവിടെ പോകുന്നു? ഈസോഫാഗസ്. ഫ്രം ഈസോഫാഗസ് ദീസ് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ഇൻ ടു ദ സ്റ്റൊമക്ക്. എവിടെ എത്തുന്നു? സ്റ്റൊമക്കിൽ എത്തുന്നു. ദെൻ ഫസ്റ്റ് വി ഈറ്റ് ദ ഫുഡ് ത്രൂ ദ മൗത്ത്, ദെൻ ഇറ്റ് ഗോസ് ടു ദ ഈസോഫാഗസ് ആൻഡ് ദെൻ റീച്ച് ദ സ്റ്റൊമക്ക്. There is a particle, that is the digestive juice. In stomach we have digestive juice and then into the intestine. അവിടെ എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റീവ് ജ്യൂസ്, ദഹിക്കാൻ ആവശ്യമായ ഒരു ജ്യൂസ് ഉണ്ട് അവിടെ, അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് then it enter into the intestine. Intestine means എന്താണ്? നമ്മുടെ കുടലുകൾ. From
From the intestine, two types of intestine are there, small intestine and large intestine. Large intestine. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിക്ക് എന്ത് വേണം? നല്ല നല്ല ന്യൂട്രിയൻസ് ആവശ്യമാണ് അല്ലേ? ബോഡി നീഡ് ഗുഡ് ന്യൂട്രിയൻസ് ടു വർക്ക് പ്രോപ്പർലി. നമ്മളെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്ത് എടുക്കുന്നു. ദെൻ ദ വേസ്റ്റ്, അതായത് അൺഡൈജസ്റ്റഡ് ഫുഡ്, ദഹിക്കാത്ത ഫുഡ് ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കുറേ ദഹിക്കുന്നു, കുറേ ദഹിക്കാത്ത വേസ്റ്റും ഉണ്ട് ഫുഡിൻ്റെ. ആ ഫുഡ് goes to large intestine, expelled to the large intestine and expelled out of the body through the anus. നമുക്ക് വേസ്റ്റ് പോകാനായിട്ട് നമുക്കൊരു ഓർഗൻ ഉണ്ട്, അതാണ് anus എന്ന് പറയും. അപ്പം നമ്മൾ എന്താണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചത്. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് പാർട്ടിക്കിൾ ഇൻ ടു സിംപ്ലർ ഫോംസ് ഈസ് നോൺ ആസ് ദ ഡൈജഷൻ. എന്താണ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ? ദ process of breaking down of the food into simpler form is known as the digestion. Say, the process of breaking down of food into simpler form is known as digestion. What are the particles include in the digestion process? Mouth, esophagus, stomach and intestine. Can you know? ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫസ്റ്റ് എവിടെ എത്തുന്നു? മൗത്തിൽ. ദെൻ ഗോസ് ടു ദ ഈസോഫാഗസ്. മൗത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു സലൈവയുണ്ട്. ആ ഫുഡ് സലൈവയുമായിട്ട് മിക്സ് ചെയ്ത് ഈസോഫാഗസിലെത്തുന്നു. ഫ്രം ദെയർ ഇറ്റ് എൻ്റർ ഇൻ ടു ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിലെത്തുന്നു. സ്റ്റൊമക്ക് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ജ്യൂസ് ഉണ്ട്, ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തെടുത്തിട്ട് ആർക്ക് കൊടുക്കുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈന് കൊടുക്കുന്നു. ദെൻ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ലാർജ് ഇൻറ്റസ്റ്റൈനിലെത്തുന്നു. അവിടുന്ന് എന്ത് ചെയ്യുന്നു? എക്സ്പെൽഡ് ഔട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു അനദർ സിസ്റ്റം ഓഫ് അവർ ബോഡി, എക്സ്ക്രീറ്ററി സിസ്റ്റം. Excretory system. There are mainly 4 parts in the excretory system. One is the kidney. Say the name. Kidney. Then second one, ureter. Third one, urinary bladder. Then the fourth one is urethra. Okay. Then the excretory system consists of mainly 4 parts. They are kidney, ureter, urinary bladder and urethra. That is the elimination of waste from our body is called excretion. അതായത് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്, നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് പുറത്തു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ദ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ഫ്രം അവർ ബോഡി ഈസ് കോൾഡ് എക്സ്ക്രീഷൻ. അതായത് ഇതിൽ നമ്മളെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറഞ്ഞാൽ കിഡ്നിയാണ്. കിഡ്നി ഫിൽട്ടർ വേസ്റ്റ് ഫ്രം ദ ബ്ലഡ് ഇൻ ദ ഫോം ഓഫ് യൂറിൻ. നമ്മുടെ കിഡ്നി എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റിനെ അരിച്ചെടുക്കുന്നു ഇൻ ദ ഫോം ഓഫ് യൂറിൻ. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്ന നമ്മുടെ വേസ്റ്റാണ് യൂറിൻ. അത് നമ്മളെ ബ്ലഡിൽ നിന്ന് അരിച്ചെടുക്കുന്ന ആളാരാണ്? കിഡ്നിയാണ്. ഓക്കെ, ദെൻ ഈ കിഡ്നി എന്ത് ചെയ്യുന്നു? വേസ്റ്റ് അരിച്ചെടുത്തിട്ട് ദെൻ ഇറ്റ് എൻ്റർ ഇൻ ടു ദ യൂറിറ്റർ. ആ യൂറിറ്റർ മീൻസ് എന്താണ്? ഒരു ട്യൂബാണ്. ദെൻ ഈ ട്യൂബ് വഴി ഈ വേസ്റ്റ് എവിടെ എത്തുന്നു? യൂറിനറി ബ്ലാഡറിലെത്തുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? യൂറിത്ര വഴി പുറത്ത് പോകുന്നു. ഓക്കെ, ലൈക്ക് ദാറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്, യൂറിറ്റർ ആണ്, യൂറിനറി ബ്ലാഡർ, യൂറിത്ര. ലൈക്ക് ദാറ്റ് വി ക്യാൻ അനദർ ഫോം ഓഫ് ദ വേസ്റ്റ് ആണ് എന്ത്? സ്വെറ്റ് എന്ന് പറയുന്നത്. സ്വെറ്റ് മീൻസ് എന്താണ്?
വിയർപ്പ് തുള്ളികൾ അല്ലേ, വിയർപ്പ്. അപ്പം നമ്മളെ ബോഡിയിലെ സ്കിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്വെറ്റിനെ പുറത്ത് തള്ളുന്ന ഒരു ഓർഗൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ടെമ്പറേച്ചർ ഹൈ ആവുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള സാൾട്ടും വാട്ടറും എന്ത് ഫോമിൽ പുറത്തു പോകുന്നു, സ്വെറ്റായിട്ട് പുറത്ത് പോകുന്നു. ദിസ് മച്ച് ഓൺലി ഇൻ ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. ദർ ആർ മെയിൻലി 4 parts: kidney, then ureter, urinary bladder and urethra. Then സ്കിൻ ഓൾസോ ആക്ട് ആസ് ആൻ എക്സ്ക്രീറ്ററി ഓർഗൻ. സ്കിന്ന് വഴി നമ്മുടെ ബോഡിയിലുള്ള സാൾട്ടും വാട്ടറും പുറത്തു പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സ്വെറ്റ്. അപ്പം ടുഡേ വി സ്റ്റഡീഡ് 2 organ system. വാട്ട് ആർ ദേ? ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. One more system is there, that is the reproductive system. എന്താണ്? reproductive system. Reproductive system is not so much you have to study, only the meaning of the system you can study. That is the organ system by which human reproduce their young ones is known as reproductive system. That is the organs by which humans reproduce is called the reproductive system. Once again you say, the organ system by which humans reproduce their young ones. അതായത് ഹ്യൂമൻസ് അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഓർഗൻ സിസ്റ്റത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഹൗ മെനി സിസ്റ്റം വി സ്റ്റഡീഡ് ഫ്രം ദ ബിഗിനിങ്? ക്യാൻ യു സേ? യെസ്, skeletal system. What are the parts in the skeletal system? Do you remember? Say the skull, backbone, rib cage and limb bones. Then muscular system, what are the parts? Say all the muscles of our body together form the muscular system, and there are 3 types of muscles: cardiac muscle, smooth muscle and skeletal muscle. Okay, very good. Then we have circulatory system. What are the main parts in the circulatory system? Heart, blood and blood vessel. Okay, very good. Then how many types of blood vessels are there? 2 types. They are arteries and veins. Okay, very good. Then nervous system we studied in the next. What are the main parts in the nervous system? Brain, spinal cord and nerves. Okay, very good. Then respiratory system we studied. What are the main parts of the respiratory system? Nasal cavity, trachea and lungs. Very good. Then today we studied digestive system. What are the main parts of the digestive system? Very good. Mouth. First part is the mouth, then the esophagus, then stomach and intestine. Very good. Then the process of breaking down of the food into simpler form is known as the digestion. Process of breaking down of the food into simpler form is known as the digestion. Then last system, second last system, excretory system. Which parts are included in here? Yes, very good. Kidney, ureter, urinary bladder and urethra. Then one more system we studied. Which are they? Reproductive system. These systems you have to study. Very important it is. And I send the notes in your WhatsApp. Did you get the first portions notes? Do you study that? Okay, inshallah. Then another part notes I will send you in WhatsApp. Then you write in your fair note very neatly, and you write in your old note and study well. Okay. Then inshallah we can meet in the next class. Then I check your previous knowledge. Then all you study well. Assalamu alaikum.